മായ ശരീരത്തോട് നാം എഴുന്നേൽക്കാറായി. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായ ബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്ക്. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അവൻ നിയമത്തെ മാറ്റി. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. അതിന് നിതാന്തമായി മത്തായി 24 നാം ദാനിയേലിന്റെ 7:24-25 നിങ്ങൾ ഏവരും ശ്രവിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവൻ സമയത്തെ മാറ്റും, നിയമത്തെ മാറ്റും. 2, ഒരു ഭരണാധികാരി ലോകത്തിൽ വന്നാൽ അവൻ്റെ മിലിറ്ററി വരും. ശ്രദ്ധയോടെ ഇനിയുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 20 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യാൻ. കുഞ്ഞുങ്ങൾ പോകരുത്, നമുക്ക് തുച്ഛമായ സമയങ്ങളേ ഉള്ളൂ. ഒരു അന്ത്യകാലത്തിൻ്റെ ദൂതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. ഇന്ന് ബാലരാമപുരത്ത് ഒരു പരിപാടിക്ക് വരണമെങ്കിൽ അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് വരത്തില്ല. അദ്ദേഹം വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഗവർണർ, DGP, പോലീസ് മേധാവി, IB, റോ, ഇന്റലിജൻസ്, മെഡിക്കൽ ടീം ഇവർ മുഴുവൻ വന്ന് ബാലരാമപുരം സെർച്ച് ചെയ്ത് 6 മാസത്തിന് പ്രോട്ടോകോൾ ശരിയാക്കിയെങ്കിലേ തരാൻ വരത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ നാളെ ഉച്ചക്കടയിൽ ഒരു പ്രോഗ്രാമിന് വരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഷാഡോ, നെയ്യാറ്റിൻകര DYSP, ബാലരാമപുരം പോലീസ് ഇവരെല്ലാം ഏരിയ മുഴുവൻ കവർ ചെയ്ത് ലാസ്റ്റ് സിഗ്നൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡ് വരെ ഇപ്പോൾ ഉണ്ട്. അവർ നോക്കിയിട്ട് വരുമെങ്കിൽ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് അവന്റെ മിലിറ്ററി ലോകത്തിൽ വരും. അങ്ങനെ ഒരു മിലിറ്ററി ലോകത്തിലുണ്ടോ? അവൻ വന്നു കഴിഞ്ഞു. IS ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്. IS-നകത്ത് ആരെ? ഞെട്ടരുത് കുഞ്ഞുങ്ങൾ വായിക്കുമ്പോൾ. ഇതെല്ലാം കേരള പോലീസിന്റെ റിപ്പോർട്ടാ, സജു ചാത്തന്നൂരിന്റെ എല്ലാം. IS ബന്ധം ഇതാ കിടക്കുന്നു. കേരളത്തിൽ എത്ര പേർ പിടിയിൽ? ആരൊക്കെ? നാട്ടുകാർ കേൾക്കട്ടെ. പാലക്കാടുകാരി മരൻ ജേക്കബ്, കത്തോലിക്ക സഭയിൽ സെൻട്രൽ സ്കൂൾ അധ്യാപിക, ഇന്ന് IS-ന്റെ കമാൻഡർ. എവിടെ? അഫ്ഗാൻ. 2, കാഞ്ഞിരപ്പള്ളിക്കാരി സിൽവിയ തോമസ്. അഫ്ഗാനിൽ മാത്രമല്ല സിറിയയിലും അവൾ കമാൻഡിംഗ് ഓപ്പറേറ്റർ. തിരുവനന്തപുരത്തുകാരി ഒരു സഹോദരി ഇന്ന് അഫ്ഗാനിൽ നിലവിളിക്കുന്നു. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാടുകാരിയും കാഞ്ഞിരപ്പള്ളിക്കാരിയും തീർന്നില്ല. തിരുവനന്തപുരത്തുകാരി പെൺകുട്ടി, കൊല്ലംകാരി പെൺകുട്ടി, വടകരക്കാരൻ ചെറുപ്പക്കാരൻ റഷീദ്, കാസർഗോഡുകാരൻ റംഷാദ്, ഉത്തർപ്രദേശുകാരൻ മുജാഹിർ, സൗദിക്കാരൻ അറബി, ലണ്ടൻകാരി പെൺകുട്ടി സ്റ്റാൻലി ജോൺസ്, അമേരിക്കക്കാരൻ ജിഹാദി ജോൺ. നോഗയുടെ പെട്ടകത്തിൽ കയറിയാൽ എല്ലാം ഒറ്റ എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററി. IS മിലിറ്ററി ബൈബിളിനകത്തുണ്ടോ? ഇങ്ങനൊരു മിലിറ്ററി വരും. ഇത് കളിക്ക് അവളെ ഉദ്ദേശിച്ചാൽ ഞാൻ ഇവിടെ തന്നെ ഇത് പറഞ്ഞത്, എന്നെങ്കിലേ നിങ്ങൾക്ക് അത്രയും വരത്തുള്ളൂ. അതിനാധാരമായി വായിക്കാം മോളെ. ദാനിയേൽ പ്രവചനം 9:25-26 വാക്യങ്ങൾ. The prophecy of Daniel chapter 9 verse 25-26 വായിച്ചോട്ടെ മക്കളെ. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇസ്രായേലിന്റെ 70 ആഴ്ചവട്ടം. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം. പുനലൂര് സദേൺ ബൈബിൾ കോളേജിലൊക്കെ ഇടയ്ക്ക് AG-കാരോടൊക്കെ പോയി പഠിക്കണം. ഇതിന്റെ പേര് യോബേൽ സംവത്സരം 70 ആഴ്ചവട്ടം. സ്തോത്രം. അടുത്തത് 62 ആഴ്ചവട്ടം. ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. ഇസ്രായേലിനെ പണിയും. അടുത്തത് 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അഭിഷിക്തൻ ആരാന്ന് വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ല. യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാനാൽ യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അഭിഷിക്തൻ ക്രിസ്തു. മിണ്ടുന്നില്ല. നിങ്ങൾ ഈ വചനം പഠിക്കണം കുഞ്ഞുങ്ങളെ. വചനം പഠിക്കാതല്ല കടഭാരം, രോഗശാന്തി, മുട്ടുശാന്തിയൊക്കെ കണ്ടില്ലേ? കൊറോണ വന്നപ്പോൾ എവിടെ പോയെന്നറിയത്തില്ല. സ്വോത്രം. തിരുവനന്തപുരത്തിലെ വീരന്മാരെല്ലാം ലങ്ക വഴിയെങ്ങാണ് ഇനി സ്വിറ്റ്സർലൻഡിലോ സിംഗപ്പൂരിലോ പോയോ എന്നറിയത്തില്ല. സ്വോത്രം. അന്ന് ഇന്ന് ഞങ്ങൾ സത്യവചനം പറയുന്നവർ ഇവിടെ ഉണ്ട്. സ്വോത്രം. കൊറോണ വരട്ടെ, ഷിഗല്ല വരട്ടെ, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലുമൊക്കെ വരട്ടെ. സ്വോത്രം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം. ഇത് ദാനിയേൽ ആരാ? ബാബേലിലെ സൈനിക കോളേജ് നെബൂഖദ്നേസറിന്റെ സ്വപ്നം വെളിപ്പെടുത്തി UD ക്ലർക്ക് മാറി, LD ക്ലർക്ക് മാറി, ഇപ്പൊ സൂപ്രണ്ടായി. ഇറാഖിലെ കൊടിവച്ച കാറിനകത്ത് നടക്കുന്ന ചീഫ് സെക്രട്ടറിയാ ദാനിയേൽ. സ്വോത്രം. ഈ 9 വീട്ടിൽ ചെന്ന് വായിക്കണം. അവൻ എന്തുവാന്നറിയാമോ? യെരുശലേമിന്റെ മടങ്ങി വരവിന് വേണ്ടി ചാക്കിനകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി. ഞങ്ങളെപ്പോലെ 10 വേദി കിട്ടിയ പാസ്റ്റർമാരാന്നേ പറയേണ്ട കാര്യമുണ്ടോ? സ്വോത്രം. പിന്നെ നിങ്ങളെ കണ്ട കണ്ണടച്ചിരിക്കും. അപ്പൊ ആൾക്കാർ പറയുന്നത് എന്തുവാ? പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ അമ്മാമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ല, പ്രൈസിലോട് പറയാൻ പറ്റാത്തതുകൊണ്ടാ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത്. സ്വോത്രം. പാസ്റ്റർ മൂത്ത് സെൻട്രൽ പാസ്റ്റർ ആയാലുള്ള കാര്യം എന്തോ? പിന്നെ ഇന്നോവയുടെ ഗ്ലാസ് താക്കത്തില്ല. സ്ഥാനാർത്ഥികളുടെ കകത്തൂടാ. പ്രൈസലോട്. എല്ലാത്തിനെയും ദൈവം ഒതുക്കും. സ്വോത്രം.
എല്ലാരെയും ദൈവം ഒതുക്കും. കണ്ടോ, കോവിഡ് കാലത്ത് കണ്ടില്ലേ? സ്വോത്രം. റബറന്റ്, ഡോക്ടർ, അഭിഷിക്ത, പല രാജ്യങ്ങളിൽ കറങ്ങി കിടക്കുന്ന പാർട്ടി എല്ലാത്തിനെ ലോക്ക്ഡൌണിലാക്കിയ കർത്താവ് വീട്ടിന്റെ ചുറ്റിലോ പിന്നെ പൈപ്പും കൊടുത്ത് ചെടി അടയ്ക്കാൻ പറഞ്ഞു. സ്വോത്രം. ദൈവം ആരെ? സ്വോത്രം. കർത്താവ് ഇടത്തിൽ. ഇതെല്ലാവരും മനസ്സിലാക്കണം. സഭാപ്രസംഗി പറയുന്നല്ലോ, വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം. ദാനിയേൽ ചീഫ് സെക്രട്ടറി ആ കൊടിവച്ച കാറിനകത്ത് സ്വോത്രം എന്താ ചെയ്യുന്നത്? തൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സ്വോത്രം. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട്, ദൈവകുഞ്ഞുങ്ങളോട് ഒരു കാര്യം പറയാം. വേദികൾ കിട്ടിയാലും, കളക്ടറായാലും, ഡോക്ടറായാലും, ഗവർണറായാലും നീ വന്ന വഴി മറക്കരുത്. എഫേസ്യ ലേഖനം പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ പ്രാർത്ഥിച്ചവര്, നിങ്ങളോട് വചനം പറഞ്ഞവര്, നിനക്ക് വേണ്ടി ഉപവസിച്ചവര്, നിന്റെ സഭയിൽ നിന്ന് കരഞ്ഞ ദൈവദാസനെ നീ മറക്കരുത്. സ്വോത്രം. പെന്തക്കോസിന്റെ ഒരു അപജയമായിട്ട് വന്നിരിക്കുക. സ്വോത്രം. വന്ന വഴികൾ മറക്കരുത്. ഞാൻ CSIയിൽ മകായുടെ വകയിൽ പ്രസംഗിക്കുമ്പോൾ ഒരിക്കൽ CSIയുടെ ഇന്നത്തെ ബിഷപ്പായിരിക്കുന്ന ധർമ്മരാജ റസാലം തിരുമേനി, ഞാൻ മലയങ്കാവ് ബദേൽപുരത്ത് CSIയുടെ കൺവെൻഷന് അവസാന പകൽ ഞായറാഴ്ച അവരുടെ ഏറ്റവും നല്ല സഭായോഗത്തിൽ ഞാൻ പള്ളിക്കകത്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന സകലരും കരഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു. ഞാൻ ഒത്തിരി പള്ളികളിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഒത്തിരി CSIക്കാരുടെ വീട്ടിനകത്ത് ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ ഒരു കാര്യം കേട്ട് എല്ലാവരും കരഞ്ഞു. ഒരു കാലത്ത് 4 സെന്റ് ഭൂമിയും ഓലമേഞ്ഞ കെട്ടിടത്തിനകത്ത് രാത്രിയിൽ വെള്ളം അതിനകത്ത് വീഴുന്നതിനകത്ത് നല്ല ഒരു ഉടുപ്പിടാതെ അപ്പച്ചന്മാർ പഴയ കാലത്ത് ഓരോ ദിവസവും വസ്ത്രം കഴുകി ചിരട്ടക്കരിയിട്ട് തേച്ചാൽമീയത്തിന് പോയപ്പോൾ അത് കണ്ട് സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞു. സ്വോത്രം. നിനക്ക് കിടക്കാൻ വീടും, കഴിക്കാൻ ഫുഡ്, നടക്കാൻ കാറ്, പള്ളിയും ഗോപുരവും മന്ദിരവും ഒക്കെ തന്നപ്പോൾ നീ വന്ന വഴി മറന്നാൽ തിരിച്ചെടുക്കാൻ ദൈവത്തിനറിയാം. സ്വോത്രം. അന്ന് അവിടെ ഇരുന്ന മകായുടെ വകയിൽ അച്ഛന്മാർ മുഴുവൻ കരഞ്ഞു. അന്ന് അവർ വിചാരിച്ചൊരു അന്ത്യകാലത്തിന്റെ പ്രസംഗമാണ്. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു, തന്ന ദൈവത്തിനെല്ലാം തിരിച്ചെടുക്കാൻ അറിയാം. ഇന്ന് രാത്രി ദൈവജനമേ, നാം ഏത് നിലയിൽ നിന്നാലും, പഠിക്കുന്ന മോളെ, മോനെ, ഞാൻ എത്ര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, എത്ര കാര്യം ചെയ്യുന്നതാ. കഴിഞ്ഞ ദിവസം കല്യാണത്തിന് കുഞ്ഞുങ്ങൾക്ക് മെസ്സേജ് കൊടുത്ത കുഞ്ഞ് ഡോക്ടറായാലും, MBBS ആയാലും, കളക്ടറായാലും, ഒരു വർഷം UK കയറിയാലും, ആസ്ട്രേലിയ പോയാലും, നിനക്ക് വേണ്ടി കരഞ്ഞവര്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, നിന്റെ കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവ കുഞ്ഞുങ്ങളെ നീ മറക്കരുത്. നീയും താഴ്മയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പണ്ടത്തെ പോലെ ഒരു ശുഭകാലം നമ്മുടെ കുടുംബത്തിനകത്ത് വരട്ടെ, കുഞ്ഞുങ്ങളിൽ വരട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡിലെ വിശ്വാസികളെ, പിതാക്കന്മാർ പാസ്റ്റർ PD ജോൺസണൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ തലമുറകളെ പണ്ടത്തെ പോലെ ഒരു ശുഭകാലത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന വീരന്മാരായി മടങ്ങി വരുവാ. ഇന്ന് രാത്രി ന്യൂ ലൈഫ് വേജി കൺവെൻഷനിൽ ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് വാർത്തെടുക്കണമേ. സ്വോത്രം. ദാനിയേൽ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുത്ത വെളിപ്പാടാ. അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അപ്പൊ യേശുവിന്റെ ക്രൂശീകരണം പുതിയ നിയമത്തിലാണോ? അല്ല, പഴയ നിയമം മുതൽ ഒരു കുഞ്ഞാടറുക്കപ്പെടും. സ്വോത്രം. അടുത്ത വായിച്ചാട്ടെ മോളെ, IS വേഗത്തിൽ വായിച്ചാട്ടെ. പിന്നെ അവൻ ആരുമില്ലെന്ന് വരും. CSI പോകുന്നവർക്ക് അറിയത്തില്ലേ 7 മൊഴികൾ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഭാഗ്യം മിണ്ടുന്നില്ല. നീ എന്നെ കൈവിട്ടതെന്ത്? ക്യാൻസർ മാറിയവരുണ്ടായിരുന്നു, കടഭാരം മാറിയവരുണ്ടായിരുന്നു, ടെലിവിഷനിൽ കൈ ഉയർത്തി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. അതാ സ്വർഗം പറഞ്ഞ കട്ടത വരുമ്പോൾ ആരുമില്ല. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പിന്നെ വായിക്കാം. IS വായിച്ചാട്ട് മോളെ. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. ജനം പട. മലയാളി, തമിഴൻ, അത് കഴിഞ്ഞിട്ട് അമേരിക്കക്കാരൻ, ആന്ധ്രക്കാരൻ, വടക്കേന്ത്യക്കാരൻ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം എവിടൊക്കെയാ? നഗരത്തെയും പട്ടണത്തെയും ബോംബ് വെക്കും. അടുത്തത് വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. പള്ളിയനെ അവൻ തീർത്തു തരും. മതി. IS തെളിവാർക്കെങ്കിലും വേണമെങ്കിൽ ലൈവിൽ ഇപ്പൊ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക, പുറകെ വീണ്ടും കൊടുക്കാം, തരാം. ദാ കിടക്കുന്നു IS. നഗരം, വിശുദ്ധ മന്ദിരം, പട്ടണം. തീർന്നില്ല. കാബൂൾ രക്തക്കളം. ദാ കിടക്കുന്ന 80 IS. കാബൂൾ രക്തക്കളം, IS മിലിറ്ററി. നഗരം. തീർന്നില്ല. അടുത്തത് മ്യൂണിക് കൂട്ടക്കൊല. ശ്രദ്ധയോടെ ഇരിക്കണം, അന്ത്യകാലം തീരാൻ പോവാ. മ്യൂണിക് കൂട്ടക്കൊല, മരണം 9 ജർമ്മനിയിൽ, മ്യൂണിക്ക്. നഗരം. തീർന്നില്ല. ദേശീയ ദിനം ഫ്രാൻസ്. ട്രക്ക് ഓടിച്ചു കയറ്റി 84 IS മരണം. ഇത് കേട്ടെങ്കിലും ഉച്ചക്കടക്കാർ വിശ്വസിക്കൂ, അതുകൊണ്ടാണ് തെളിവൂടെ കാണിക്കുന്നത്. അടുത്തത് IS ഇസ്താംബൂൾ, തുർക്കിയിൽ IS ആക്രമണം. തീർന്നില്ല. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. തീർന്നില്ല. ധാക്ക, നമ്മുടെ തൊട്ടടുത്ത് 126 മരണം. IS. തീർന്നില്ല. അടുത്തത് നിർണായകം. 2 കുട്ടികൾ. അമ്മ വഴക്ക് പറഞ്ഞ സൗദിക്കാരും നടക്കുന്ന ഭാഷന്മാരെ അമ്മയുടെ തലയറത്തു. 2 കുഞ്ഞുങ്ങൾ ISൽ ചേർന്നു. ഇതാ നിമ്രോദ്, ഇറാഖിലെ നായാട്ടു വീരന്റെ മക്കൾ. 666. NIMR ROD. ദിവസം നീണ്ടുപോയാൽ ചിലപ്പോൾ ഞാൻ 666 കൂടെ പറയാം. നടക്കുന്നു.
തലയിറക്കുന്ന മിലിറ്ററി ഇറാഖിൽ ഒരു വീരൻ, അവന്റെ കൊച്ചുമക്കൾ IS ആയിട്ട് നായാട്ട് വീരൻ. അതാ മഗദിയാം ബാബിലോൺ, അതാ കത്തോലിക്ക സഭയുടെ അധ്യക്ഷനൊക്കെ അങ്ങോട്ട് വന്ന പഴയ ഇറാഖ് വരാൻ പോവുക. സ്വോത്ര. അതുകൊണ്ട് ബാബേൽ പടരാൻ പോകുന്നു. തീർന്നില്ല. ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്ത്. 13,000 പട്ടക്കാർ, പാസ്റ്റർമാർ, അച്ഛന്മാർ മുഴുവനും കൊല്ലാൻ ISന്റെ കമ്പ്യൂട്ടർ അമേരിക്കയിലെ FBI സോർട്ട് ഔട്ട് ചെയ്തു. അങ്ങനെ ഒരച്ഛൻ ISന്റെ കസ്റ്റഡി. ടോം ഉഴുന്നാൽ, കേട്ടവർ കരമുയർത്താം. ടോം ഉഴുന്നാൽ മിണ്ടുന്നില്ല, ആരും കരമുയർത്തുന്നില്ല. ടോം ഉഴുന്നാൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ. പ്രസംഗം ഞാൻ ഈ കാര്യങ്ങൾ ബൈബിള്, സയൻസ്, ലോകം ഇത് വെച്ചാൽ കമ്പയർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് കൈ ഉയർത്തെങ്കിലേ എനിക്കൊരു റെസ്പോൺസ് കിട്ടത്തുള്ളൂ. സ്വോത്രം. ടോം ഉഴുന്നാൽ. നിങ്ങൾ വിചാരിക്കുക എൻ്റെ കൂടെ ക്യാമറമാനില്ല, ഞാൻ നിങ്ങളുടെ കല്യാണാലോചനയ്ക്ക് വന്നതല്ല, അന്ത്യകാലം പ്രസംഗിക്കാൻ വന്നേ, ഞാൻ അപ്പോഴേ സ്ഥലവും കാലിയാക്കും. നിങ്ങൾ കൈ ഉയർത്താൻ ചിന്നമ്മാമേ നിങ്ങളുടെ പടം ഞാൻ എടുക്കത്തില്ല. സ്വോത്രം. വിഷമിക്കേണ്ട. അഥവാ വന്നിട്ടുണ്ട് ഞാൻ തന്നെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് തരാം. നിങ്ങൾ വിഷമിക്കേണ്ട, അവരെ പിടിക്കേണ്ട. സ്വോത്രം. ദാണ്ട് ഫാദർ ടോം ഉഴുന്നാൽ ISന്റെ കസ്റ്റഡിയിൽ നിന്ന് പത്രം വായിച്ചവരൊന്ന് കൈ ഉയർത്താൻ തിരുവനന്തപുരത്ത് സ്വീകരണം കൊടുത്ത ഉയരട്ടമ്മാമേ കൈ. ഇതാ ബൈബിൾ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഇന്ത്യയിൽ നല്ലൊരു മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിയുടെ പേര് സുഷമ സ്വരാജ്. നല്ല വിദേശകാര്യമന്ത്രി. എയ്ഡ്സ് രോഗികളെ ചേർത്ത് പിടിച്ച് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്വീകരിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു സുഷമ സ്വരാജ്. അവരിടപെട്ട മസ്കറ്റിലെ ഷേഖിനോട് പറഞ്ഞു ടോം ഉഴുന്നാൽ എവിടെ എത്തിക്കണമെന്ന്. അങ്ങനെ കൊണ്ടുവന്ന്. നല്ല മന്ത്രിമാരുണ്ടോ? നമ്മുടെ ശൈലജ ടീച്ചർ എന്തൊരു നല്ല മന്ത്രിയാ. ക്യാൻസറിൽ ഞാൻ റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം. നിപ്പ വന്നപ്പോൾ നേഴ്സിന് പേടി, ഡോക്ടർക്ക് പേടി. ശൈലജ ടീച്ചർ അവിടെ ചെന്നില്ല. ലാൽസലാശകാക്കളെ ഇപ്പൊ ചെയ്യാം, ക്ലിയർ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറഞ്ഞു നിപ്പയ്ക്ക്. അങ്ങനെയുള്ള മന്ത്രിയാ വേണ്ടിയത്. അല്ല പാലാരിവട്ടം പാലത്തിൽ കൈയിട്ട് വരുന്ന മന്ത്രിയല്ല വേണ്ടിയത്. അവരെല്ലാം അകത്ത് പോകും. സ്വോത്ര. നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. സ്വോത്ര. സുഷമ സ്വരാജ്, ശൈലജ ടീച്ചറൊക്കെ നിപ്പേനെയൊക്കെ വടി കൊണ്ടടിച്ചില്ലേ. സ്വോത്ര. അങ്ങനെയെങ്കിൽ ദാ കിടക്കുന്നു നല്ല ക്ലിയർ. എത്ര ക്ലിയറായി കിടക്കുന്നു നമ്മുടെ ടോം ഉഴുന്നാൽ. 13,000 അച്ഛന്മാർ, പാസ്റ്റർമാർ, തിരുമേനിമാർ അവരെല്ലാം കൊല്ലാൻ കമ്പ്യൂട്ടറിനകത്ത്. ലൈസൻസ്. തീർന്നില്ല. ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണം. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. കളിക്കാവിളിലൊക്കെ വരുന്ന ശ്രദ്ധയോടെ ഇരിക്കണം. തീർന്നില്ല. ഇന്തോനേഷ്യ ക്രിസ്ത്യൻ പള്ളികളിൽ. പാസ്റ്റർമാരെ കണ്ടോ? ഇതെല്ലാം നിങ്ങൾ കാണണം. നിങ്ങൾ സഭയെ പറയണം, കാലം തീരാറായി. ഒരു അന്ത്യകാലത്തിന്റെ ദൂത. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ. പിണറായി സാറിനൊക്കെ ഇപ്പൊ കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക. ഈ സ്വർണ്ണമൊക്കെ അങ്ങ് മാറും. ഇതൊക്കെ താൽക്കാലികമാണ്. സൂത്രം. ഇനി എത്രയോ വലിയ കാര്യം വരാനിരിക്കുന്നു. മുഖ്യ സൂത്രധാരന്മാർ കേരളത്തിൽ. അങ്ങനെയെങ്കിൽ നിർണായകമായ കാര്യങ്ങൾ ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദാണ്ടേ കേരളത്തിന്റെ ഒരു ADGP, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, ISൽ ചേർന്ന് 8 മലയാളികളുടെ മരണം സ്ഥിരീകരിച്ചു. പാസ്റ്റർമാർ കാണുന്നോ വാർത്ത? കേരളത്തിന്റെ ADGP കൊടുത്തിരിക്കുന്നത്. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. പള്ളിക്ക് ബോംബ് വെക്കും, ടൗണിന് ബോംബ് വെക്കും. തീർന്നില്ല. ഇനിയുള്ള കഥ കേട്ടോണം ചെറുപ്പക്കാരെ. അമേരിക്ക ലാസ് വേഗസ് ഗാംബ്ലിംഗ് ക്ലബ്ബ് തകർത്തില്ലേ? 57 പേരെ കൊന്നു. തീർന്നില്ല. അമേരിക്ക ബാപ്റ്റിസ്റ്റ് ചർച്ച് 52 പേരിൽ 27 പേരെ വെടിവെച്ചു കൊന്നു. പാസ്റ്ററിന്റെ മോനെ കൊന്നു. സ്വോത്രം. അമേരിക്ക കണ്ടില്ലേ? IS. തീർന്നില്ല. ശ്രീലങ്ക. കേട്ടവരൊന്ന് കൈ ഉയർത്ത. ശ്രീലങ്ക എന്നുള്ള സ്ഥലം മിണ്ടുന്നില്ല. സഹോദര കൈ ഉയർത്ത്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി. ശ്രീലങ്ക 2019 നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 2019 ശ്രീലങ്കയിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? പെസഹ, ഈസ്റ്റർ എവിടൊക്കെ ബോംബ് പൊട്ടി? 3 കത്തോലിക്ക പള്ളികളിൽ. തീർന്നില്ല. 4 സ്ഥലത്ത് ബാംഗ്ലൂർ, ഷാങ്ക്രീല ഹോട്ടലിനകത്ത് ബോംബ് പൊട്ടി. എത്ര പേർ ശ്രീലങ്കയിൽ മരിച്ചു? 300-ൽ പരം പേർ. മോർണിംഗ്. കണ്ടില്ലേ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. തീർന്നില്ല. ഇന്ന് രാത്രി വചനം കേൾക്കണം. ആ ശ്രീലങ്കയിൽ ആക്രമണം നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പോലും അവിടെ, മോഡി സാറും പോയി. നിങ്ങളെല്ലാം കണ്ട്. ആ അന്വേഷണം എവിടെ വന്നു? പാലക്കാട്. കളിക്കവളെ ട്രൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം. പാലക്കാട് വന്നു. പാലക്കാട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു. ഫണ്ട് മുഴുവൻ പാലക്കാട്ട് നിന്ന്. കോയമ്പത്തൂർ ഉക്കടം സ്ട്രീറ്റിൽ റെയ്ഡ്. ആ റെയ്ഡിന് നേതൃത്വം കൊടുത്ത തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനാണ് കളിക്കവള ചെക്ക് പോസ്റ്റിൽ നിന്ന് മിസ്റ്റർ വിൽസൺ. മിണ്ടുന്നില്ല. കളിക്കവളെ IS അറ്റാക്ക് വല്ലവരും അറിഞ്ഞായിരുന്നു? ഒന്ന് കൈ ഉയർത്ത് മക്കള്. നെയ്യാറ്റിങ്കര ആൾക്കാർ പോയി കളിക്കവളെ പട്ടാപ്പകൽ വൈകിട്ട് കൊന്നു. അതിൽ 2 എണ്ണത്തിന് ചെന്നൈയിൽ നിന്ന് ഇപ്പൊ NIA പിടിച്ചു. ഒരുത്തനെ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നു. കാര്യം ഇത് നെയ്യാറ്റിങ്കരക്കാർക്ക് അറിയത്തില്ല. ഇന്ന് കാര്യം മനസ്സിലാക്കണം. ശ്രീലങ്കയിൽ നടന്ന അറ്റാക്കിന്റെ ബേസായിട്ട് പാലക്കാട് പിടിച്ചു. പാലക്കാട് നിന്ന് കോയമ്പത്തൂർ റെയ്ഡ്. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച്. അതിന് നേതൃത്വം കൊടുത്ത ASI
ഡ്യൂട്ടി മാറി കളിക്കാവള വന്നപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വൈകിട്ട് ആട്ടോ പിടിച്ച 2 ചെറുപ്പക്കാർ നിങ്ങളുടെ പട്ടണത്തിൽ കളിക്കാവിളയിൽ പച്ചയ്ക്ക് ഒരു SI വെടിവെച്ച് കൊന്ന കാഴ്ച നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായിരിക്കുന്നു. നമ്മുടെ പട്ടണത്തിൽ പോലും IS-ന്റെ മിലിറ്ററി നെയ്യാറ്റിൻകരയിൽ നിന്ന് ഓട്ടോയ്ക്കകത്ത് കളിക്കാവിളയിൽ പട്ടാപ്പകൽ വൈകിട്ട് പച്ച മനുഷ്യനെ വെടിവെച്ച് കണ്ട കാഴ്ച കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ. 2650 കൊല്ലം മുമ്പ് ബാബേലിലെ പ്രവാസത്തിനകത്ത് ദാനിയേൽ എഴുതിയ പ്രവചനത്തിന്റെ നിവർത്തി വിശുദ്ധന്മാരെ കൊല്ലുവാൻ തീർന്നില്ല. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും ടൗണിനെയും നശിപ്പിക്കുമെങ്കിൽ നെയ്യാറ്റിൻകരയെ കളിക്കവള ഇത് കണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീട് ഉപദേശിപ്പാട്ടു പോക. എന്നാൽ ഈ കറുത്ത പുസ്തകത്തില് വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല. ഉച്ചക്കടയെ ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാ നീ ഒരുങ്ങിക്കൊള്ളുക. എനിക്കറിയാം, ഞാൻ നെഞ്ച് കീറി ശ്വാസം വിടാതെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് അകത്തൊരാത്മാവൊരു കാര്യം പറയും, ഈ പട്ടണത്തിൽ ഒരാൾക്ക് വേണ്ടിയ കർത്താവ് യോഗം വെച്ചിരിക്കുന്ന സ്തോത്രം. ഞാൻ വിശ്വാസത്തോടെ പാസ്റ്റോട് പറയാ, ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് ചില കരങ്ങൾ കർത്താവിന് വേണ്ടി ഉയരും. വിശ്വാസത്തോടെ ചില കർത്താവിന് വേണ്ടി ചില കരങ്ങൾ ഉയർന്നു വരും. എനിക്ക് ശക്തമായി ഉറപ്പുണ്ട്. ആ അന്വേഷണം പാലക്കാട് നിന്ന് കേട്ടോ, 5-8 മിനിറ്റ് കൊണ്ട് നിർത്താൻ പോവാ മക്കള്. പാലക്കാട് നിന്ന് കൊച്ചിയിലേക്ക് വന്നു. ആ കൊച്ചിയിലെ വാർത്ത കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. 2020 ഈ വർഷം പുതുവർഷം ഇല്ല, 2020 കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ, അഥവാ 2019 മറൈൻ ഡ്രൈവിൽ കൊച്ചിയിൽ പാപ്പാജി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കത്തിക്കുന്ന സ്വത്രം. അന്ന് IS-ന്റെ മിലിറ്ററി കൊച്ചി ടാർഗറ്റ് ചെയ്തിരുന്ന കേരള പോലീസിന്റെ റിപ്പോർട്ടായിരുന്നു. അന്നാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെ ഡോഗ് സ്ക്വാഡും കീക്കിയായിട്ട് നിന്നത്. സ്വത്രം IS ഭീഷണി തിരുവനന്തപുരം എന്ന് വാർത്ത വായിക്കുമ്പോൾ അതിനെന്താ നിന്നറിയോ? പാപ്പാഞ്ഞി കത്തിക്കുമ്പോൾ 3 ചെറുപ്പക്കാര് പാപ്പാഞ്ഞിയുടെ കിടക്ക് കയറ്റാൻ ഇല്ല, രാജീവ് ഗാന്ധിയെ കൊന്ന ഡിറ്റണേറ്റർ വയറ്റത്ത് വെച്ച് പൊട്ടിക്കാൻ കേരളത്തെ IS പ്ലാൻ ഇട്ടതാ. കൊച്ചിയിലെല്ലാം ഞാൻ പ്രസംഗിക്കുന്ന കത്രിക്കടവ്, ഇടപ്പള്ളിയും, ചിറ്റൂരും, കഴുത്തുമുട്ടവും, പോർട്ട് കൊച്ചിയും, മട്ടാഞ്ചേരിയും, ചെല്ലാനും തിരുവനന്തപുരം പോലെ വഴിനീള ഞാൻ പ്രസംഗിക്കുന്നത്. അവിടുത്തെ ചെറുപ്പക്കാർ അന്ന് വാർത്ത വായിച്ചിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ പണ്ട് ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷേ ഇപ്പൊ ക്യൂ ബ്രാഞ്ചിന്റെ പോലീസിന്റെ റിപ്പോർട്ട് പാപ്പാഞ്ഞിയുടെ ഇടയ്ക്ക് 3 പേരെ കയറ്റായിരുന്നതാ, പക്ഷേ കടൽ വഴി അവർക്ക് സ്ഫോടക വസ്തു എത്തിയില്ല. ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, IS-ന്റെ മിലിറ്ററി കൊച്ചിയിൽ വന്ന് ജനത്തിന്റെ ഇടയിൽ പൊട്ടുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽക്കാൻ കാലമായി. ഇന്ന് രാത്രി തിരുവനന്തപുരമേ കളിക്കാവിളയിലും അവൻ വന്നെങ്കിൽ ഇനി അവൻ ടാർഗറ്റ് ചെയ്യാൻ കാലമുണ്ട്. സ്തോത്രം. തീർന്നില്ല, തീരാൻ പോവാം. In 2019, April 14th, the Easter day, the IS targeted 3 churches in Catholic churches, Colombo and Nagambo. Also, they will target in Pangrove, Shangri-La, maybe 400 persons passing the same day. That route is coming, Kalikavala. Also, they will target on Q branch SI in Kalikavala checkpost. Ore. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകൻ പോലും പറയത്തില്ല. സ്വത്രം. അവിടം വരെ കാലമെത്തിയെങ്കിൽ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ഒരു ജിഹാദി ജോൺ, അവൻ എത്ര പേരുടെ കഴുത്തറുത്തത്. ദാണ്ടേ പാരീസിൽ അധ്യാപകനെ കഴുത്ത് വെട്ടിക്കൊന്ന് കോവിഡ് കാലത്ത് ദാ കിടക്കുന്ന IS. കാണു ദൈവദാസന്മാര്, മക്കളെ യോഗം കഴിഞ്ഞ് പോരെ പഠിക്കുന്ന പിള്ളേര് കഴുത്ത് വെട്ടിക്കൊന്ന് തലയിറക്കുന്ന മിലിറ്ററി. ജിഹാദി ജോൺ എത്ര പേരെ തലയിറത്തെന്നറിയാമോ? 400 പേരുടെ തലയിറത്തു. ഇന്ന് രാത്രി നിങ്ങൾ ചോദിക്കുക എവിടൊക്കെ വന്നു? ബൈബിളിനകത്ത് നിയമമില്ലേ? വായിക്കാം, യോഹന്നാൻ 16:2. 2 വാക്യം കൂടെ വായിക്കാം മോളെ. യോഹന്നാൻ 16:2. IS വരും, യേശു പറഞ്ഞു. വായിക്കും യോഹന്നാൻ 16:2. വായിച്ചിട്ട് മോളെ യോഹന്നാൻ 16:2. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. മാറ്റല്ലേ, അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല. ഒരു സെക്കൻഡ് മോളെ, ദാണ്ടേ ഇവിടെ കൺവെൻഷൻ സ്ഥലത്ത് IS-ന്റെ ഒരു ബോംബ് വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലവരും വരുമോ? കഷ്ടം. തിരുവനന്തപുരത്ത് വന്ന് ഞാൻ ആര്യാഭവനിൽ നിന്ന് ചായം കുടിച്ച് എൻ്റെ വീട്ടിൽ പോകും, ഉടനെ അങ്ങ് ചാവല്ലെന്ന് വിചാരിച്ചു. സ്വത്രം. പാട്ട ഐസക്ക് വരുമോ? ഇവരാരും വരത്തില്ല. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അമേരിക്ക ബാപ്റ്റിസ്റ്റ് ചർച്ച്, ഇംഗ്ലണ്ടിൽ കത്തോലിക് ചർച്ച്, ഇന്തോനേഷ്യ, കഴിഞ്ഞ അവന്റെ അനിയൻ നൈജീരിയ ക്രിസ്മസിന് പള്ളി. ഇത് കണ്ടില്ലേ? ശ്രീലങ്കയിൽ
കഴിഞ്ഞ 1 വർഷം പള്ളി അടച്ചിട്ടിരുന്ന പാസ്റ്റർമാരെ വാട്സപ്പ് പോലും നിരോധിച്ചിരുന്ന പള്ളികൾക്ക് ഭീഷണി. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. എന്താ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അടുത്ത വാക്യം വായിക്കാം. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവർ, വായിച്ചോട്ടെ മോളെ, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് നാഴിക വിചാരിക്കുന്ന നാഴിക വരുന്നു. വന്നില്ലേ? എവിടം വരെ വന്നു മക്കളെ? തീർന്നില്ലേ ലോകം? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. ഇതിന്റെ തെറ്റായ ഒരു ഉപദേശമുണ്ട്. മനുഷ്യനെ കൊന്ന സ്വർഗത്തിൽ പോകാം. അതാ ആരാ IS ചേർന്ന് തേങ്ങാ പതിക്കുന്ന അവറാച്ചാനല്ല, കനാല് വെട്ടാൻ പോകുന്ന ചിന്നമ്മ ചേച്ചിയല്ല, സിൽവിയ തോമസ് MBA-കാരി, മറ്റേ പെങ്കൊച്ചിന്റെ പേര് മറ്റേ പാലക്കാടുകാരി മെറിൻ ജേക്കബ് B.Ed.കാരി. സ്വോത്രം. ഇപ്പൊ ഒരുത്തി പോയിട്ടുണ്ട്. കേരളത്തിൽ ഇലക്ഷന് എന്തോ നടക്കുമെന്ന് എനിക്കറിയത്തില്ല. രാഷ്ട്രീയത്തിൽ ബിരുദം എടുത്തുകൊണ്ട് റാന്നിക്കാരി ഒരു ജസ്ന 100 രാത്രി അവിടെ പ്രസംഗിച്ച വിനീതിനറിയാം. അന്ന് പരസ്യമായിട്ട് ഞാൻ റാന്നി മൊത്തം പറഞ്ഞ എവിടെവിടാ പോയെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സ്വോത്രം ഉണ്ട്. അങ്ങനെ ഒരു പേര് കേട്ടില്ലയോ? ഏഷ്യാനെറ്റ് നമ്മുടെ ചെറുപ്പക്കാരൻ വിനു ബി ജോൺ എത്ര ദിവസം ചർച്ച നടത്തിയതാ. സ്വോത്രം. കണ്ടില്ലേ? ഇപ്പൊ ആങ്ങളെല്ലാം കൂടെ പോയി CBIക്ക് കൊടുത്ത് CBI ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുക. ഇലക്ഷന്റെ ഇടയ്ക്ക്, ഓണത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ കമ്പിത്തിരി പോലെ അതുകൂടെ കയറി വന്നാൽ കാണാം ഇവിടെ. സ്വോത്രം. ഇവിടെ എന്തൊക്കെ മറിയാൻ പോകുന്നു. ജസ്റ്റിൽ എവിടെ ആർക്കും അറിയത്തില്ല. സ്വോത്രം. ആളെവിടെ പോയി? പുഞ്ചവയലിലും എരുമേലിയിലും ഒന്നുമില്ല. ഒരു സ്ഥലത്ത് നിന്ന് മൊബൈലിൽ സിഗ്നൽ ഇല്ല. പത്തനംതിട്ട SP KG സൈമൺ സാറ് ഉപവാസത്തിലായിരുന്നു ചോദിച്ചപ്പോ. സ്വോത്രം. കണ്ടില്ലേ? എല്ലാം പറഞ്ഞു തരാം. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. സ്വോത്രം. അങ്ങനെയെങ്കിൽ എന്തൊക്കെ ഇവിടെ നടക്ക്? നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. മനുഷ്യനെ കൊല്ലുന്ന കാലം. ഇന്ന് രാത്രി ഇവിടെ അച്ചായന്മാരും അമ്മാമ്മമാരും പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ട്. ഈ തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് ഹിതമല്ലാത്ത ഒരെണ്ണത്തിന്റെ അടുത്തും കൂട്ടുകൂടാൻ നിൽക്കരുത്. സ്വോത്രം. പാസ്റ്റർമാരോട് പ്രത്യേകിച്ച് പറയാ, കുഞ്ഞുങ്ങളിൽ ഒരു കണ്ണ് വേണം. മിണ്ടുന്നില്ല. അമ്മാമാരോടും പറയാ, അച്ചായന്മാരോടും പറയാ. കുറെ കൊല്ലം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇന്ന് രാവിലെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ് കൊടുത്തത് ഞാൻ. അതും ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ചില്ലറ വേണമല്ലോ. സ്വോത്രം. കൈ നീട്ടുന്നതിൽ നല്ല പഠിപ്പിക്കുന്നില്ലേ? സ്വോത്രം. അതുകൊണ്ട് ഫിസിക്സ് ക്ലാസ് കൊടുത്തുകൊണ്ടിരുന്ന. അപ്പൊ അതുകൊണ്ട് പറയാ, നിങ്ങളുടെ മക്കളെ പഠിക്കാൻ വിടുന്നത് നല്ലതാ. ഒരു കാര്യം, പൊട്ട് മേടിച്ചു കൊടുക്കാം, ആംപ്ലേറ്റ് കൊടുക്കാം, ബാക്കിയെല്ലാം കൊടുക്കാം. ആവശ്യമില്ലാത്ത കമ്പനിക്ക് പോയാൽ, പണ്ട് പൂവാറി ഒരു പെങ്കച്ചുണ്ടായിരുന്നു, രാക്കിമോൾ. വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ല. അമ്പൂരിക്കാരെ ഒരു ചെറുപ്പക്കാരനായിട്ട് കമ്പനി കൂടി. അവസാനം അവള് ഉപ്പിനകത്തിട്ടാ അടക്കിയത്. മിണ്ടുന്നില്ല. തിരുവനന്തപുരം. അങ്ങനെ ഒരു വാർത്ത വല്ലവരും കേട്ടായിരുന്നോ? പഠിക്കാൻ പോയ പെങ്കൊച്ച്. നിങ്ങൾ മോനെ, ഞാൻ കൊല്ലത്ത് കിടക്കുന്ന എവര് ഈ തിരുവനന്തപുരത്ത് കിടന്നിട്ട് ഇതൊന്നും അറിയുന്നില്ല. പൂവാറിലെ രാക്കിമോള് പോയത്. സ്വോത്രം. അമ്പൂരിയിലെ ഒരു പട്ടാളക്കാരന്റെ ബൈക്ക് അതിൽ തന്നെ പോയതാ. അവസാനം വീട്ടിന്റെ അവിടെ ഉപ്പിയാക്കിന്റെ കീഴിലായിപ്പോയി. സ്വോത്രം. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുക, പെന്തിക്കോസും CSI ഒക്കെ ഇവിടെ ഇരിക്കുന്നു പിള്ളാരോട് ഞാൻ പറയാ, പൂവാർ തൊട്ടടുത്തില്ലേ ചായ? പൂവാർ. അവിടെ കേരളത്തിൽ ഏറ്റവും നല്ല അയില കിട്ടുന്ന സ്ഥലം പൂവാറാ. നിങ്ങൾക്കറിയത്തില്ല. പഴവഞ്ചാലും പൊടിയൂരും ഉച്ചക്കടയും പോയപ്പോൾ നല്ല അയില വറുത്തോണ്ടാ പാസ്റ്റർമാർ എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വോത്രം. നല്ല ടേസ്റ്റ്. കാസർഗോഡ് പോലും കിട്ടിയല്ലോ. സ്വോത്രം. ആ പൂവാറില് കടൽ വെള്ളത്തിൽ എന്തോ മോളെ രസം? ഉപ്പുണ്ടോ കടൽ വെള്ളത്തിൽ? ഒന്നുറക്കെ കൈ ഉയർത്തിയായിട്ട് കടൽ വെള്ളം ആരെങ്കിലും വായിലുണ്ടോ? ഇല്ല അമ്മാമ. ഉപ്പില്ലയോ? അയില മേടിച്ചുകൊണ്ടുവന്ന അമ്മാമ എങ്ങനെ കറി വെക്കുന്നത്? ഉപ്പിടാതെ കറി വെക്കാൻ പറ്റുമോ? അച്ചായം ചട്ടിയെടുത്ത് മുറ്റത്തടിക്കും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാ, അവിശ്വാസികളുമായി ഇണയില്ല പിണ. ദൈവത്തിന് ഹിതമല്ലാത്തത്. കൂടെ കസേരയിലിരിക്കാം, കൂടെ നോട്ട് എഴുതാം, കൂടെ ക്ലാസ്സിലിരിക്കാം, കൂടെ വണ്ടി സഞ്ചരിക്കാം. അവന്റെ ജഡത്തിന്റെ രാഗവും മോഹവും നിന്റെ അകത്ത് വരാതെ പെന്തക്കോസിന്റെ 4ാം തലമുറയിൽ നീങ്ങുന്ന മക്കള് പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളിലേക്ക് വരട്ടെ. സ്വോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചതിയിൽപ്പെട്ടു പോകരുത്. സ്വോത്രം. ചതിക്കുഴികൾ. അതുകൊണ്ടാ പറഞ്ഞത്, അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്ന. വായിച്ചോട്ടെ മോളെ ഒരിക്കൽ കൂടെ. One time revise the word. John chapter 16 verse 2. Revise one time. John chapter 16:2. വായിച്ചോട്ടെ മോളെ. നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. ശ്രീലങ്ക മൊത്തം പള്ളി, അമേരിക്ക പള്ളികൾ അടച്ചിട്ടു. അടുത്തത്, അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവർ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. കളിക്കാവിളെ കണ്ണുകൊണ്ട് കണ്ടില്ലേ? തട്ടിയിട്ട് അവര് പറഞ്ഞ എന്തുവാ? ഞങ്ങൾ വിശുദ്ധന്മാർ തീർത്തവന്. സ്വോത്രം. എന്നയുടെ കസ്റ്റഡി കിടപ്പുണ്ട് ചെന്നൈയിൽ. ഒരുത്തന് ഐസക്ക ഈ ദിവസം ദോഹയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കളിക്കാവിള ആസൂത്രണം ചെയ്തവന്. കണ്ണിന് മുമ്പ് ഇതുവരെ കണ്ടില്ലേ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജന നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും. ജിഹാദി ജോൺ നിങ്ങളുടെ മൊബൈലിൽ കണ്ടില്ലേ? ഇറാഖ്, മൊസൂൾ. ഇടയ്ക്ക് മൊബൈൽ നോക്കണം. അതിനകത്ത് കുഞ്ഞുങ്ങളെ മൊസൂളിലും ഇറാഖിലും ഈ നൈജീരിയ ബൊക്കോറോമൊക്കെ തലയിൽ കഴുത്ത്
ഇങ്ങനെ മൂടും ചുമന്ന സ്കാർഫ് വെച്ച്, എന്നിട്ട് കഴുത്തറക്കുന്ന നിമ്രോദിന്റെ തലമുറ. ഇന്ന് രാത്രി അച്ചായനും അമ്മാമയും ഈ ഉച്ചക്കട കേൾക്കുന്നവരോട് ചോദിക്കും, പാസ്റ്ററെ ഇത്രയും ബൈബിളിൽ ലോകാര്യം പറയുന്നു, IS-ന്റെ മിലിറ്ററി ഇവിടെ വരത്തില്ലേ? ബാലരാമപുരത്ത് വരും, നെയ്യാറ്റിൻകര വരും, ഭരണിയത്ത് വരും, ചാണി വരും, കാഞ്ഞിരംകുളത്ത് വരും, തീർന്നില്ല, വണ്ടിത്തടത്ത് വരും, കോവളത്ത് വരും. ഇവിടെ എല്ലാം ഈ IS-ന്റെ മിലിറ്ററി വരും. നിങ്ങളുടെ കഴുത്ത് ഷോൾ ഇടത്തില്ലേ? ഇടും. അത് കളിക്കാവിള തോക്കെങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ ഷോൾ ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ കഴുത്തിറക്കും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണ, IS-ന്റെ മിലിറ്ററി ഇവിടെ വന്ന് നിങ്ങളുടെ കഴുത്തിനകത്ത് ഷോള് പുതപ്പിച്ച് നിങ്ങളുടെ കഴുത്തറത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു പടയാളി യേശുവിന്റെ വിലാപ്പുറം കുത്തിയപ്പോ അവന്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമാ. ന്യൂലായി ഭേജിയെ കാലം സമീപമാ. ദൈവരാജ്യം സമീപിച്ചു. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായ ബുദ്ധിമുള്ള രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല. ആന്റി ക്രൈസ്റ്റ് ടേക്ക് ദ ലോ ആൻഡ് ഓർഡർ. IPCയും CRPCയും മാറ്റി. Otherwise the militaries come to the will. You are watching your media and Kalikavula. One of the duty person, they say Mr. Wilson, deaded by the anti-Christ military, IS. Otherwise one time ഒറ്റ കാര്യം കൂടെ, നമുക്ക് പോകാൻ ഒരു വീട്, ബാക്കി രാത്രി നാളെ വെളിപ്പാട് പുസ്തകം അതിലേക്ക് കടക്കും. വായിക്കാൻ മോളെ ഒറ്റ സയൻസ് കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി നിർത്താം. യോഹന്നാൻ 14:1-3. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതൂടെ പറഞ്ഞെങ്കിൽ ഇന്ന് നിർത്തും. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിൽ, അടുത്തത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. നമ്മുടെ അപ്പച്ചന്റെ വീട്ടിൽ അനേകം വാസസ്ഥലമുണ്ട്. അടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. യേശു പറഞ്ഞു നിങ്ങളോട് പറയുമായിരുന്നില്ല. ഇത് മരണ വീട്ടിലല്ല, പ്രത്യാശയുള്ളവർ കേട്ടോണം. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. യേശു 2020 കളിക്കാൻ പോയതല്ല, വീടൊരുക്കാൻ പോയിരിക്കുക. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ആ വീടൊക്കെ റെഡിയാക്കിയാൽ, ഞാൻ ഇരിക്കുന്ന വീട്ടിൽ നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അവിടെ ഇപ്പം ഗാർഡൻ ശരിയാക്കിക്കൊണ്ടിരിക്കും, പാർക്കിംഗ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ബാത്റൂമിന്റെ ടൈൽസ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുക, മതിലെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. സ്വതന്ത്ര അവസാന വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇതെന്താണെന്നറിയാമോ? മരണ വീട്ടിൽ ഉപദേശിച്ച് വന്ന് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതല്ല. ഇത് സയൻസ് യഹൂദന്റെ കല്യാണമാണ്. സ്വോത്ര ഇവിടെ ഞാൻ തൊടുന്നില്ല. ഇതൊക്കെ പ്രസംഗിച്ച ഇത്ര ദിവസം പോകും. ഈ ആകാശ ഗാലക്സി, മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹമുണ്ട് കേട്ടോ. 9 ഗ്രഹത്തിന്റെ പേരാ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇതല്ല ഗ്രഹം. പള്ളിക്കൂടത്തിൽ പോയാൽ എന്നെ മാവേ അറിയാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും ഗ്രഹം. സ്വോത്രം. അതുകൊണ്ട് 9 ഗ്രഹത്തിന്റെ പേര് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറനാസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ജോഗ്രഫി ടീച്ചറോട് നാളെ ചോദിക്കണം. സജുജാത്തൻ്റെ ഒരു ഇത് പറഞ്ഞു. സ്വോത്രം. നിങ്ങൾക്കിത് സന്തോഷമില്ല. തേക്കുപാറ എന്നൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? മിണ്ടുന്നില്ല. AGയുടെ കൺവെൻഷൻ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷനിൽ വെളിപ്പാട് 6, 12, 13, 14 മന്ന TV എൻ്റെ അവിടെ ഉണ്ട്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സയൻസ് പ്രസംഗിച്ചു. ആ തേക്കുപാറ കൺവെൻഷന്റെ ഇപ്പുറത്ത് നായർ സമുദായത്തിൽ അനുഗ്രഹിക്കപ്പെട്ട കെമിസ്ട്രി ടീച്ചർ യോഗം കഴിഞ്ഞിട്ട് എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ബൈബിളിനകത്ത് ഇത്രയും കാര്യമുണ്ടെന്ന്. സ്വോത്രം. ഒരു ടീച്ചറായി എനിക്കിന്ന് വെളിപ്പെട്ടു. സ്വോത്രം. ആ തേക്കുപാറ കൺവെൻഷന്റെ ഗ്രൗണ്ടിന്റെ തൊട്ടിപ്പുറത്ത് അമ്പൂരി സ്കൂളിലെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർ വന്ന് പ്രൈസലോട് എന്ന്, പാസ്റ്റർ ഒരു കാലത്ത് ഞങ്ങൾ കുറ്റം പറഞ്ഞ ബൈബിളിനകത്ത് ഇത്ര സയന്റിഫിക് ഇക്വേഷൻ കണ്ടു. ഇത് ജീവന്റെ വചനം. സ്വോത്രം. നിങ്ങൾക്കിത് തോന്നത്തില്ല. ഹൈന്ദവ സഹോദരങ്ങൾ കേട്ട അവർ ഉള്ളം കത്തും. ഇതിനകത്ത് ഈ പുസ്തകത്തിൽ ഇത്രയും ഉണ്ടോന്ന്. സ്വോത്രം. അതുകൊണ്ട് 9 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴ, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അതിൽ 9-ാമത്തെ ഗ്രഹം പ്ലൂട്ടോയെ വെട്ടി. അതാണ്ട് ഇവിടെ നമ്മുടെ പാസ്റ്റ് കൺവെൻഷൻ തുടങ്ങിയപ്പോൾ ഇത് ഗാരേജ് സൈഡാ. ആൾക്കാരെ തലേ വീഴാതിരിക്കാൻ തെങ്ങ പോലെ ഇവിടെ പിന്നെ മാവിന്റെ ശിഖരമൊക്കെ വെട്ടിയാല് 9-ാമത്തെ ഗ്രഹത്തെ പ്ലൂട്ടോയെ ദൈവം വെട്ടി. ഇപ്പൊ 8 ഗ്രഹം. ദാണ്ടോ ജീവിക്കാൻ വേറെ 3 ഭൂമി. സ്വോത്രം. ബൈബിൾ തീർന്നില്ല. സോളാർ പ്ലാനറ്റിൽ 6000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ. ഈ പ്ലൂട്ടോയെ വെട്ടിയിട്ട് 6000 കോടി കമ്പാർട്ട്മെന്റ് റെഡി. പോരെ? ഇനി കർത്താവ് വരാൻ താമസമുണ്ടോ? പെയിന്റ് അടി തുടങ്ങിയില്ലേ? ഗ്രിൽ അടിച്ചില്ലേ? വാട്ടർ ലൈൻ റെഡിയാക്കിയില്ലേ?
തീർന്നില്ല, എന്നെ ചെടികളെല്ലാം നനച്ചു തുടങ്ങിയില്ല. സ്വോത്രം. ഇനി ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ കിട്ടിയാൽ മതി, അന്ന് നമുക്ക് വീട്ടിലോട്ട് കയറാം. സ്വോത്രം. ജനറേറ്റർ അവിടെ ശരിയായിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ, വചനം റെഡി. പ്ലൂട്ടോയെ വെട്ടി 6000 കോടി കമ്പാർട്ട്മെന്റ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെയും നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളാം. പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവ യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാരല്ല ഇന്ന് രാത്രി കല്ലറയ്ക്കകത്ത് നിദ്ര കൊള്ളുമ്പോൾ, ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജഡരൂപത്തിൽ അവൻ വെളിപ്പെട്ടെങ്കിൽ, അവൻ നിത്യതയിൽ ചേർക്കപ്പെട്ടെങ്കിൽ, അവൻ തന്നെ കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി മധ്യാകാശത്തിൽ വരാൻ കാലമായി. പടിഞ്ഞാറെ പലസ്തീന്, യെരുശലേമിന്റെ അതിർത്തി ഇന്നും യോസഫിന്റെ അരിമത്തക്കാരന്റെ യോസഫിന്റെ കല്ലറ തുറന്നു കൊടുക്കുന്നു. അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ഫലക്കറ്റയായി എന്റെ യേശു ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന മക്കളെ ചേർക്കുവാൻ നാഥൻ വരാറാ. ന്യൂ ലൈഫ് ഏജിയെ കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയെ തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമിറക്കി എൻ്റെ നാഥൻ വരാറായി. ഇത്രയും സന്ദേശം ഇന്ന് രാത്രി കേട്ടിട്ട് റോഡിൻ്റെ മുറ്റത്തോ വീട്ടിലോ സൗണ്ട് ബോക്സിനോ എവിടെങ്കിലും ഇരിക്കുന്ന കുഞ്ഞെ, മരണം ഏത് മനുഷ്യനെയും പിടിക്കും. ഇന്ന് രാത്രി പ്രസംഗിച്ചിവിടെ ഇറങ്ങുന്ന സജു ചാത്തന്നൂരിന് ഒരു ഗ്യാരണ്ടിയുമില്ല നാളെ ഇവിടെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് രാത്രി കൊട്ടാരമായാലും മരണം നിന്നെ പിടിക്കും. കോട്ടയ്ക്കകത്തും മൃത്യു കടന്നു വരും. കുഞ്ഞ്, ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് വരണം. മരണത്തിന്റെ പാശങ്ങൾക്കപ്പുറത്തും രക്ഷയുടെ ബോർഡിംഗ് പാസ് ഉള്ളവനെ ചേർക്കുവാൻ കാഹളം ധ്വനിക്കാറായി. നെയ്യാറ്റിൻകര, ബാലരാമപുരം, തമ്പാനൂർ ഈ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടെ ഒരു പെൺകുട്ടി വിളിക്കത്തില്ല, ഗാഡി 1 നമ്പർ പ്ലാറ്റ്ഫോമേ പहुंचेगा थोड़ी सी देर बाद. സ്വോത്രം. നിങ്ങൾ പോകും, 2 ടിക്കറ്റ് കിട്ടും. ദൈവാത്മാവ് തന്നൊരു പ്രചോദനത്തിൽ പറയാം, മകനെ മകളെ, ഒരു ടിക്കറ്റ് 10 രൂപയുള്ളൂ. സ്വോത്രം. 10 രൂപയുടെ ടിക്കറ്റ് ട്രെയിനിൽ കയറാൻ പറ്റുമോ മോനെ? ഇല്ല. ആര്യഭവനിൽ ഇത് ചായ കുടിക്കാം. 150 രൂപയുടെ റിസർവേഷൻ ഒന്നീ മൊബൈലിലോ ഗൂഗിളിലോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ റെയിൽവേ സ്റ്റേഷനിൽ തെളിയും. കന്യാകുമാരി, മുംബൈ, ജയന്തി ജനത, S10 കമ്പാർട്ട്മെന്റ്. എൻ്റെ ടിക്കറ്റ് 3. മനസ്സിനകത്ത് ഒരു ഒരുക്കം. കൂക്കു കേൾക്കുന്നു, അവൻ വരാറായി. എൻ്റെ കമ്പാർട്ട്മെന്റ് ഇത്രാമത്തെ 16 കോച്ച് നിൽക്കുമ്പോൾ എനിക്ക് കയറാം. ഈ വട്ടവിളയിലും ഉച്ചക്കടയിലും ബാലരാമപുരത്തും അച്ചായമ്മ എത്ര പ്രസംഗം കേട്ടു. ചൂളമടി തുടങ്ങി. നിന്റെ കയ്യിലിരിക്കുന്ന 10 രൂപയുടെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ നീ തള്ളിപ്പോകും. എന്നാൽ രക്ഷയുടെ ടിക്കറ്റ് പ്രാപിച്ചവൻ അകത്തളത്തിൽ ഒരു വിശ്വാസമുണ്ട്, അകത്തളത്തിൽ ഒരു ഉണർവുണ്ട്. എന്താ ഉണർവ്? ചൂളമടി തുടങ്ങി, നാഥൻ വരാറായി. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഈ തലമുറയിൽ. ഇവിടെ ഇരിക്കുന്ന 90% പേർക്ക് ശവപ്പെട്ടി വേണ്ട എന്ന് നിർത്താൻ പോകും. ഒറ്റ കാര്യം, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ബാക്കി നാളെ അമേരിക്കയിലെ ഏറ്റവും നല്ല ക്യാൻസർ ഓൺകോളജിസ്റ്റ്, അനവധി വേദികളിൽ വിനീതിനറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സുജിത്തിനും അറിയാം. എങ്കിലും ഒരിക്കൽ കൂടി കേൾക്കാത്തവർക്ക്, അമേരിക്കയിലെ ഏറ്റവും നല്ല ക്യാൻസർ ഓൺകോളജിസ്റ്റ് പേരാ ഡോക്ടർ മാർക്ക്, കാലിഫോർണിയ. അദ്ദേഹത്തിന് ഫ്ലോറിഡയിൽ പോകണം. കേട്ടോടെ മക്കളെ, ഇന്ന് രാത്രി ദൈവം ആര്? നീ വിശ്വസിക്കുന്ന യേശുപ്പൻ ആര് നിന്ന് കേട്ടോണം. ഫ്ലോറിഡയ്ക്ക് പോകണം. ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. 12 മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 മണിക്ക് കാലിഫോർണിയ എയർപോർട്ടിൽ ചെന്നു. പിറ്റേന്ന് കോൺഫറൻസ്. എയർപോർട്ട് അടച്ചിട്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റവും വലിയ സയന്റിസ്റ്റ് വിത്ത് ക്യാൻസർ സർജൻ, ഓൺകോളജി സർജൻ. എനിക്ക് നാളെ ഫ്ലോറിഡ ഉണ്ട്. എനിക്ക് വൈകിട്ട് ഹോട്ടലിൽ എത്തണം, റെസ്റ്റ് ചെയ്യണം, നാളെ പ്രബന്ധം അവതരിപ്പിക്കണം. എയർപോർട്ടിന്റെ മാനേജർ ഭയങ്കര കാറ്റാ, പ്ലെയിൻ പോകത്തില്ല. പുള്ളി പറഞ്ഞ പ്രസിഡന്റിനേക്കാളും വലിയവനാ. ഉടനെ എയർപോർട്ട് മാനേജർ പറഞ്ഞ്, എന്നാ താക്കോൽ എന്നാ പ്ലെയിൻ എടുത്ത് അങ്ങ് പൊക്കോ, കാറ്റിനകത്ത്. സ്വോത്രം. ഞങ്ങളുടെ പൈലറ്റ് ഒന്നും പറപ്പിക്കത്തില്ല. ഇദ്ദേഹത്തോട് പറഞ്ഞു, 9 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ മതി, ഫ്ലോറിഡയിൽ കയറിക്കോളാന്ന് പറഞ്ഞു. ഇദ്ദേഹം പുറത്തിറങ്ങി ഒരു റെന്റേ കാർ എടുത്തു. കേൾക്കണേ മക്കളെ, കർത്താവ് ആര്? റെന്റേ കാർ എടുത്തു, വണ്ടി ഓടിച്ചു തുടങ്ങി. 4 മണിക്ക് കാലിഫോർണിയയിൽ നിന്ന് വണ്ടി ഓടി. 5 മണിക്കൂർ കഴിയുമ്പോൾ ഫ്ലോറിഡയുടെ അതിർത്തി. എന്നിട്ട് ഇദ്ദേഹത്തിന് ടൗണിലെത്തണം. ഫ്ലോറിഡയുടെ അതിർത്തി തുടങ്ങിയപ്പോൾ കാട് ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. പേരും മഴ, കൈ വിറയ്ക്കുന്നു. ഈ നിരീശ്വരവാദിയ ഡോക്ടർ പുള്ളി ഒന്ന് ആലോചിച്ച്, കൈ ഒരു ഗ്ലാസ് കാപ്പിയില്ല, ഒന്നുമില്ല. എവിടെങ്കിലും ഒരു കഫ്റ്റീരിയ, ഒരു ബൂത്തോ കണ്ടേ ഒന്ന് ഒരു ചായ കുടിക്കാം, അല്ലെ കാപ്പി കുടിക്കാം. ഇങ്ങനെ കാടിന്റെ നടുവിൽ കൂടെ പോകുമ്പോൾ അദ്ദേഹം കാണുന്ന ചിമ്മിനി വെളിച്ചമുള്ള ഒരു വീട്. 2 ലൈറ്റ് പുറത്ത് കത്തിക്കിടക്കുന്ന, അങ്ങോട്ട് വീടുകളില്ല. കാർ പെട്ടെന്ന് കൊണ്ട് ചവിട്ടി നിർത്തി. ഒരു കോളിംഗ് ബെൽ അടിക്കുന്നു. കോരിച്ചെരിയുന്ന മഴയത്ത് ഒരു സഹോദരി ഇറങ്ങി വരുന്നു. ഡോക്ടർ പറഞ്ഞൊരു വേടുണ്ട്. ഡോക്ടർ എന്നല്ല പറഞ്ഞ,
സിസ്റ്റർ, മൈ നെയിം ഈസ് മാർക്ക്. ദ കോൾഡ് ഈസ് ടു മച്ച്, ഗീവ് മീ എ കപ്പ് ഓഫ് കാഫി. എൻ്റെ പേര് മാർക്ക് എന്ന. തണുപ്പ് ഭയങ്കരം, ഒരു കപ്പ് കാപ്പി കിട്ടിയാൽ കൊള്ളാം. ഈ സഹോദരി പറഞ്ഞു, സിറ്റ് യുവർ സീറ്റ്, ഐ വിൽ മേക്കിംഗ് എ കോഫി ഫോർ 5 minutes. 5 മിനിറ്റ് കൊണ്ട് ഞാനൊരു കോഫി ഉണ്ടാക്കി തരാം, നീ ഇരിക്കാൻ പറഞ്ഞു. കോഫി ഹീറ്ററിൽ സ്റ്റാർട്ടാക്കി. സഹോദരി എന്തോ ചെയ്തു, അടുക്കളയിൽ കോഫി തിളയ്ക്കുമ്പോൾ തൊട്ടടുത്ത റൂമിൽ ഒരു തൊട്ടിക്കകത്ത് കിടക്കുന്ന 4 വയസ്സുള്ള കുഞ്ഞിനടുത്ത് എന്ന് പ്രാർത്ഥിക്കുക, ദൈവം നമുക്കൊരു അവസരം തരും, ഡോക്ടർ മാർക്കിനെ കാണാൻ പറ്റും, ദൈവം നീ എനിക്ക് തന്ന സന്തതിയാ കർത്താവെങ്കിൽ ഇതിനെ നിലനിർത്തും. സ്വോത്രം. മിണ്ടിയില്ല. ഡോക്ടർ കാപ്പി കുടിച്ചു. കാപ്പി കുടിച്ചതിന് ശേഷം ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ച, എന്തോ വിഷയം? അപ്പൊ പറഞ്ഞു, ഡോക്ടർ, ഈ സാർ, മാർക്ക് എന്ന പേരുള്ള ഒരു ഡോക്ടർ അടുത്ത സിറ്റിയിലുണ്ട്, എന്റെ കുഞ്ഞിന് ക്യാൻസർ ആണ്. ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഇനി ചികിത്സയില്ല. അടുത്ത സിറ്റിയിൽ ഡോക്ടർ മാർക്കിനെ കണ്ടാൽ ചിലപ്പോൾ ഒരുപക്ഷെ പ്രതിവിധി കിട്ടും. ഭർത്താവ് മരിച്ചെന്റെ കാശില്ല, ഞാൻ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വോത്രം. ഇന്ന് രാത്രി വചനമേറ്റെടുക്കണം. നിരീശ്വരവാദിയായ ഡോക്ടർ അവളോട് ചോദിച്ചു, ഇവിടെ ബൈബിൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അവള് പറഞ്ഞു, ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു. കൊണ്ടുവരാൻ പറഞ്ഞു. സിസ്റ്റർ, നീ അന്വേഷിക്കുന്ന ഡോക്ടർ മാർക്കാ നിന്റെ മുൻപിൽ ഇരിക്കുന്നത്. സ്വോത്രം. ഡോക്ടർ അവിടെ നിന്ന് കരമുയർത്തി ഒരു കാര്യം പറഞ്ഞു, ഞാൻ കാലിഫോർണിയ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നത്, കാറ്റടിച്ചത്, ഒരു കാറ് നിന്റെ വീട്ടിന്റെ മുൻപിൽ കൃത്യം ചവിട്ടി നിർത്തണമെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന യേശു, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അന്ന് രാത്രി അവിടെ വെച്ച് ഡോക്ടർ മാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്യാൻസർ ഓൺകോളജിസ്റ്റ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം, നീ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, കോവിഡ് നിന്റെ നേരെ ആഞ്ഞടിക്കട്ടെ. എന്നാൽ സഹോദരി, ഇന്ന് രാത്രി താഴ്വരയിൽ കുഴികളെ വെട്ടിയാൽ അടക രഗത ബൗഡ രീഗ ശബ്ദ രാധ, ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തോണ്ട് നീ ഇതിനകത്തുനിന്ന് പോകാവൂ. ആത്മാവിൽ പറയണം, എന്റെ മുൻപിൽ വിസിബിൾ ആയിട്ട് ഒന്നുമില്ല, ലോക ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പറയണം, എനിക്ക് സകലതും പോസിബിൾ ആയി തരുവാ. ഹല്ലേലൂയ. സിസ്റ്ററുടെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം ആർക്കും കണക്കാരനല്ല. അമേരിക്കയിലെ സിസ്റ്റർക്ക് മാത്രമല്ല, ഇന്ന് രാത്രി ന്യൂ ലൈഫിൽ കൺവെൻഷനിലിരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടിയും മുട്ടുവീൻ, നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, നീ കണ്ടെത്തും, യാചിപ്പീൻ, ലഭിക്കുമെങ്കിൽ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രി ചൂളമടി തുടങ്ങി. ഇന്ന് രാത്രി വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ. We will wind up in our messages today. Tomorrow we will teach about the book of Revelation, chapter 1 verse 3. മകനെ മകളെ, സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇറങ്ങി വരാൻ കാലമായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ട്. അവൻ അടുക്ക വാതിൽക്കൽ. അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. മോള് വായിച്ചില്ലേ, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിന്. അത്തിയ നിൽക്കുക, അവനടുക്ക്. കോവിഡ് കാലത്ത് 2 പേര് വീട്ടിൽ വന്നില്ലേ ചേച്ചി? ആരാ? അവരാച്ചായന് കവർ ചപ്പാത്തി ആരാ കൊണ്ടുവന്ന്? കാട്ടാക്കട വെറൈറ്റി സൂപ്പർ മാർക്കറ്റാണോ? അല്ലല്ലോ. അവരാച്ചാന് ചപ്പാത്തി ആരാ കൊണ്ടുവന്ന്? ലവ്ലി ചേച്ചിക്ക് പേറാൽ ലവ്ലിയും കൊണ്ടുവന്നു. സ്വോത്രം. 2 പേര് നിങ്ങളുടെ മൊബൈലിലുണ്ടല്ലോ. ആരാ? നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയോ? ആരാ കൊണ്ടുവന്നേ? ആമസോൺ, ഫ്ലിപ്കാർട്ട്. കരമുയർത്ത്, അവനടുക്ക വാതിക്കൽ. അങ്ങനെ കണ്ടോരുണ്ടോ ചെറുപ്പക്കാരെ? ഒന്ന് കരമുയർത്ത് മോനെ. സ്വോത്രം. തീരാൻ പോവുക. നിങ്ങളുടെ മൊബൈലിലൊക്കെ ആമസോണും ഫ്ലിപ്കാർട്ട്. കോവിഡ് കാലത്ത് ബാലരാമപുരത്ത് കട അടഞ്ഞു കിടന്നപ്പോഴ്, ഉച്ചക്കട ഇല്ലാത്തപ്പോഴ് 2 ചെറുപ്പക്കാർ ഇതിലെ ബൈക്കിൽ പോയില്ലേ പാസ്റ്ററെ? ആമസോൺ, ഫ്ലിപ്കാർട്ട്. അവറാച്ചായന് ചപ്പാത്തി പൊടി, അമ്മാമയ്ക്ക് പേറാൽ ലവ്ലിയും കൊണ്ടുവന്നെങ്കിൽ എന്റെ യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അവനടുക്ക വാതിൽക്കൽ. രാപ്പകലിൽ അവിടെ പ്രശോഭിതമായ ഒരു നാട്, 4 ജീവികൾ പാടും. ആ വീട് കൂടാരമായ ഭൗമവനം. മണ്ണിനകത്ത് കെട്ടുപോയാലും മധ്യാകാശത്തിൽ 6000 കോടി വീടൊരുങ്ങി. ചയാ, ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? മതേ, ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? വീടൊരുങ്ങി. ഇന്ന് രാത്രി നീ ഒരുങ്ങിയോ? ഇന്ന് രാത്രി എഴുന്നേൽക്കാം. ഒരു പക്ഷിക്ക് 2 ചിറകുണ്ട്. ഒരു ചിറകുള്ള പക്ഷി അന്തരീക്ഷത്തിൽ പറന്നിട്ടില്ല. വചനം മാത്രം പോരാ. ഒരു ചിറകിൽ വചനം, മറുചിറകിൽ ആരാധന. എല്ലാ കരങ്ങളും അടിച്ച് കൊയർനോട് കാരാഗ്രഹത്തിൽ വേണ്ട അടികൾ കൊണ്ടിട്ട പൗലോസും ശീലാസും കടന്നത്. പക്ഷെ അവർ നാവ് തുറന്ന് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ 1, അവരുടെ കെട്ടുകൾ അഴിഞ്ഞു. 2, കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു. കാരാഗ്രഹ പ്രമാണി മുട്ടുമടക്കെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തിനെതിരെ പിശാച് വെച്ച മതിലുകളെ ഇടിക്കുക. ഇന്ന് രാത്രി സൈന്യത്താലല്ല, ശക്തിയാലല്ല, ആത്മാവിന്റെ കൃപയാൽ. ഉച്ചക്കടയിൽ ഇന്ന് രാത്രി ചിലർ മുട്ടുമടക്കാൻ പോവുക. ചില എരികോയുടെ മതിലുകൾ